PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതാണ് പ്രശ്നമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ വിവാദമായ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പദ്ധതിയുടെ ഭാഗമാകാൻ നേരത്തെ ഒപ്പുവെച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും ഒപ്പിട്ടില്ലായിരുന്നെങ്കിൽ കേരളത്തിന് സ്വന്തം രീതിയിൽ മുന്നോട്ട് പോകാമായിരുന്നുവെന്നും മന്ത്രി പ്രതികരിച്ചു. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ നിർണായകമായ നയപരമായ തീരുമാനമെടുക്കും. വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതി ചർച്ചയ്ക്ക് വന്നേക്കുമെന്നും ഇതിലെ രാഷ്ട്രീയവും വരുംവരായികളും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുമെന്നും ഷംസുദ്ദീൻ കൂട്ടിച്ചേർത്തു. ഭരണമാറ്റത്തിന് പിന്നാലെ PM ശ്രീ പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വീണ്ടും കേരളത്തിന് കത്തയച്ചതോടെയാണ് വിഷയം വീണ്ടും ചർച്ചയായത്. PM ശ്രീ പദ്ധതിയിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. PM ശ്രീ വിദ്യാഭ്യാസ നയം മാറ്റേണ്ടി വരില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേന്ദ്ര നിബന്ധനകളിൽ പാഠ്യപദ്ധതി നിർബന്ധമാക്കേണ്ടതില്ലെന്നും NCERT പാഠപുസ്തകങ്ങൾ തന്നെ പഠിപ്പിക്കണമെന്ന് നിർബന്ധമില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. SCERT പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചാലും മതിയാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുവഴി PM ശ്രീയിൽ കേന്ദ്ര നിബന്ധനകൾ മറികടക്കാമെന്നും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് PM ശ്രീ പദ്ധതിയിലെ സർക്കാർ നിലപാട് പൊതുശ്രദ്ധ നേടുന്നത്. അതേസമയം സംസ്ഥാനത്ത് ജൂൺ 19 നടക്കുന്ന വായനാ ദിനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. ജൂൺ 19 രാവിലെ 11:30 കനകക്കുന്നിൽ ചടങ്ങുകൾ നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇത്തവണ പൊതുസ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റുകൾ തുടങ്ങിയിടങ്ങളിൽ വായനാ സദസ്സ് സംഘടിപ്പിക്കുമെന്നും വായനാ ദിനത്തിൽ ലഹരിവിരുദ്ധ പ്രചാരണത്തിനും ഊന്നൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വായനാ ദിനത്തോടനുബന്ധിച്ച് 1 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. വായനയാണ് വികസനമെന്നാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യങ്ങൾ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും ഡിജിറ്റൽ ലൈബ്രറികൾ സജീവമാക്കുമെന്നും N. ഷംസുദ്ദീൻ അറിയിച്ചു.